സോളാർ കൊടുങ്കാറ്റുകളും വൃക്ഷവളയങ്ങളും മരങ്ങളുടെ ജീവശാസ്ത്രം രേഖകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പുരാതന സോളാർ കൊടുങ്കാറ്റുകളെക്കുറിച്ച്, അതായത് മിയാഗെ സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാൻ വൃക്ഷവളയങ്ങൾ എങ്ങനെ സഹായിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞർ വളരെ കാലമായി ആശ്രയിക്കുന്നു. ഈ തീവ്രമായ സൗരയൂഥ സംഭവങ്ങൾ ഭൂമിയിലുണ്ടാക്കുന്ന റേഡിയോ കാർബൺ സ്പൈക്കുകളാണ് വൃക്ഷവളയങ്ങളിലെ രേഖ. ഉയർന്ന ഊർജ്ജമുള്ള ഈ കണികകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പതിക്കുമ്പോൾ അത് റേഡിയോ ആക്റ്റീവ് രൂപത്തിലുള്ള ഒരു പ്രത്യേകതരം കാർബൺ ഉണ്ടാക്കുന്നു. മരങ്ങൾ ഈ റേഡിയോ ആക്റ്റീവ് കാർബൺ ആഗിരണം ചെയ്യുകയും അത് അവയുടെ വളയങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാ മരങ്ങളും ഈ കാർബൺ ശേഖരിക്കുന്നത് ഒരേ രീതിയിലല്ലെന്ന് ഒരു പുതിയ പഠനം വ്യക്തമാക്കുന്നു. ഈ ജീവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് പ്രധാനമാണ്. എല്ലാ മരങ്ങളും ഒരേ രീതിയിലല്ല ഈ കാർബൺ രേഖപ്പെടുത്തുന്നത്. ഓരോ മരവും അതിന്റെ ജീവശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് വ്യത്യാസം കാണിക്കുന്നു. ന്യൂ ഫൈറ്റോളജിസ്റ്റ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം വൃക്ഷവളയങ്ങളിലെ ഈ രേഖകളുടെ വ്യാഖ്യാനം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് വിശദീകരിക്കുന്നു. മരങ്ങളുടെ ജീവശാസ്ത്രമാണ് അവയുടെ വളയങ്ങളിലെ രേഖകളെ രൂപപ്പെടുത്തുന്നത്. ഇത് സൗരക്കൊടുങ്കാറ്റുകളുടെ ചരിത്രം വായിക്കുന്നതിൽ നിർണായകമാണ്. മരങ്ങൾ എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ സ്വീകരിക്കുന്നത്, സംഭരിക്കുന്നത്, തുടർന്ന് പുതിയ മരം വളർത്താൻ ഉപയോഗിക്കുന്നത് എന്നിവയെക്കുറിച്ചാണ് പഠനം. ഈ ജീവശാസ്ത്രപരമായ പ്രക്രിയകളിലെ വ്യത്യാസങ്ങൾ റേഡിയോ കാർബൺ സ്പൈക്കുകളുടെ സമയത്തെയും തീവ്രതയെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. മരങ്ങൾ ഓരോ വളയത്തിലും വ്യത്യാസങ്ങൾ കാണിക്കുന്നതിന്റെ കാരണങ്ങൾ ഈ പഠനം വിശദീകരിക്കുന്നു. മരങ്ങൾ അന്തരീക്ഷ കാർബൺ തൽക്ഷണം മരമായി മാറ്റുന്നില്ല, പകരം മാസങ്ങളോ വർഷങ്ങളോ സംഭരിച്ചുവെച്ച ശേഷമാണ് ഉപയോഗിക്കുന്നത്. വിവിധ മരങ്ങൾ വളരുന്ന സമയം, അവയുടെ കാലാവസ്ഥ, കാർബോഹൈഡ്രേറ്റ് കൈകാര്യം ചെയ്യുന്ന രീതി എന്നിവയിലെ വ്യത്യാസങ്ങൾ റേഡിയോ കാർബൺ രേഖകളിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഈ കണ്ടെത്തലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ബഹിരാകാശ കാലാവസ്ഥയുടെ ചരിത്രം മനസ്സിലാക്കുന്നതിൽ. പഴയ സോളാർ കൊടുങ്കാറ്റുകളുടെ തീവ്രതയും സമയവും കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ ശാസ്ത്രജ്ഞരെ സഹായിക്കും. ഇത് ഭാവിയിലെ സോളാർ കൊടുങ്കാറ്റുകളുടെ ശക്തി എത്രത്തോളമാകുമെന്ന് കണക്കാക്കുന്നതിനും വിലയിരുത്തുന്നതിനും സഹായകമാകും. കൂടാതെ കാർബൺ ഡേറ്റിംഗ് പോലുള്ള മറ്റ് ശാസ്ത്രമേഖലകളിലും ഈ പഠനം പുതിയ സാധ്യതകൾ തുറക്കുന്നു. ഉദാഹരണത്തിന്, പുരാവസ്തുശാസ്ത്രം പോലുള്ള മേഖലകളിൽ കാർബൺ ഡേറ്റിംഗ് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. ആധുനിക സാങ്കേതികവിദ്യയ്ക്ക് സോളാർ കൊടുങ്കാറ്റുകൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചും നമ്മുടെ സാങ്കേതികവിദ്യയെ ആശ്രയിക്കുന്ന സമൂഹത്തിന് ഇത് എത്രത്തോളം പ്രധാനമാണെന്നതിനെക്കുറിച്ചും ഈ പഠനം ഓർമ്മിപ്പിക്കുന്നു.